നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ടീമുകൾ ശക്തമായ മുന്നൊരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണത്തെ പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ആരാവും കപ്പിലേക്ക് എത്തുക എന്നതാണ് കണ്ടറിയേണ്ടത്. പാകിസ്ഥാൻ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലാൻഡ് എന്നിവരെല്ലാം ശക്തമായ താരനിരയോടെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടങ്ങൾ കടുക്കുമെന്നുറപ്പാണ്. കപ്പിലേക്ക് എത്തുന്ന ഒരു ടീമിനും എളുപ്പമാവില്ലെന്നുറപ്പ്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അല്പം മേൽക്കൈ അവകാശപ്പെടാം. രോഹിത് ശർമ്മയെ നായകനാക്കിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സമീപകാലത്തായി മോശം ഫോമിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകളാണ് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലുള്ളത്. രോഹിത്തിനെയും കോഹ്ലിയെയും വിശ്വസിച്ച് ഇനിയും ഇന്ത്യ മുന്നോട്ട് പോണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയിലെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും റോളിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ. രണ്ടുപേർക്കും ടീമിൽ പ്രധാന റോളാണുള്ളതെന്നാണ് ഗംഭീർ പറയുന്നത്. രോഹിത്തും കോഹ്ലിയും സമീപകാലത്ത് മോശം ഫോമിലാണ്. രണ്ടുപേർക്കും നിലവാരം കാട്ടാനാവുന്നില്ല. ICC ടൂർണമെന്റുകളിൽ ഇരുവരുടെയും കണക്കുകൾ ഗംഭീരമാണ്. എന്നാൽ നിലവിലെ ഫോം നോക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിശ്വസിപ്പിച്ച് കളിക്കാനും സാധിക്കില്ല. എന്നാൽ രണ്ടുപേരും അനുഭവസമ്പന്നരായ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം ഇന്ത്യൻ ടീമിന് ആവശ്യമാണെന്നാണ് ഗംഭീർ പറയുന്നത്. രോഹിത്തും കോഹ്ലിയും ടീമിന് വളരെയധികം മൂല്യം നൽകുന്ന താരങ്ങളാണ്. ഡ്രസ്സിംഗ് റൂമിൽ ഇവരുടെ സാന്നിധ്യം ടീമിന് പ്രത്യേക ആത്മവിശ്വാസം നൽകുന്ന കാര്യവുമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവർക്ക് നിർണായക റോളാണ് ഉള്ളത്. ഇരുവരും വളരെ ആർത്തിയോടെയാണ് കാത്തിരിക്കുന്നത്. രാജ്യത്തിനായി കളിക്കുക എന്നതും മികവ് കാട്ടുക എന്നതും ഇവർക്ക് വൈകാരികമായ കാര്യമാണെന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേരും ഫോമിലേക്ക് എത്താതെ ഇന്ത്യക്ക് ട്രോഫി പ്രതീക്ഷിക്കാനാവില്ല. ചാമ്പ്യൻസ് ട്രോഫി ദുബായിലാണ് നടക്കുന്നത്. ഇവിടെ രോഹിത്തിനും കോഹ്ലിക്കും അനുഭവ സമ്പത്തുണ്ട്. ഏകദിന ഫോർമാറ്റിൽ ഇവർക്ക് ഫോം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കോഹ്ലിക്ക് ഓഫ് സൈഡിലാണ് ദൗർബല്യം. സ്റ്റമ്പിന് പുറത്തെത്തുന്ന പന്തുകളിൽ കോഹ്ലിക്ക് കാലിടറുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കസറാനായേക്കും. രോഹിത് ശർമ്മയ്ക്ക് വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിക്കുകയില്ലെന്നതാണ് പ്രശ്നം. ഇതിനെല്ലാം പരിഹാരം കാണാനാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ശക്തമായ ടീമാണുള്ളത്. മധ്യനിരയിൽ KL രാഹുലിനൊപ്പം ശ്രേയസ് അയ്യർ എത്തിയതോടെ അവസാന ലോകകപ്പിലെ മികവ് ആവർത്തിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ മുഹമ്മദ് ഷമിയുടെയും ജസ്പ്രീത് ബുംറയുടെയും പരിക്ക് ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് ഇന്ത്യ കപ്പിലേക്ക് എത്തുമെന്ന് തന്നെ കരുതാം. കുൽദീപ് യാദവും പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത്. ടീം കരുത്തിൽ ഇന്ത്യ അതിശക്തരാണ്. ഫോം എങ്ങനെയാവുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയാൽ ഗൗതം ഗംഭീറിന്റെ പരിശീലക സ്ഥാനം തീർച്ചയായും. രോഹിത്തിനും ടൂർണമെന്റ് വളരെ നിർണായകമാണ്.